ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ഗുഡ് മോർണിംഗ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഈ കൊട്ടാരക്കരയിൽ ഉണ്ടായ സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. സലിം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കർക്കശമായ നടപടിക്ക് താങ്കൾ നിർദ്ദേശം കൊടുത്തുവെന്നും മനസ്സിലായി. ആ, എന്താണ് ഈ പ്രശ്നത്തെക്കുറിച്ച് താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമസ്കാരം. ഞാനിത് വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. കാരണം സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, പണി മുടക്കാം, നമുക്ക് പണിക്ക് പോകാതിരിക്കാം. പക്ഷെ മറ്റുള്ളവരെ പണി ചെയ്യുന്നതിന് തടസ്സപ്പെടുത്താനും അത് സ്വന്തം തൊഴിലിനോട് ഇത്രയും കൂറില്ലാതെ പെരുമാറുകയും ചെയ്യുന്നത് വളരെ മോശമാണ്. ഈ സംഘടന മനസ്സിലാക്കണം. അവരെ എല്ലാവരും പൊതുജനങ്ങൾ തിരിച്ചറിയുന്നു. KSRTC ഇപ്പോൾ ഒന്ന് രക്ഷപ്പെടും എന്നൊരു സാഹചര്യം കണ്ട് ജനങ്ങൾക്ക് അതിനോടൊരു താല്പര്യമുണ്ട്. ഇത് രക്ഷപ്പെടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സമരവും, ആ സമരം പണിമുടക്കുമെന്ന് കുഴപ്പമൊന്നുമില്ല, പണിമുടക്കട്ടെ, അത് അവര് ഒരു സമരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് ഈ KSRTCയുടെ സ്വത്തുക്കളെ ഡാമേജ് ചെയ്യുന്ന തരത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇതിൽ പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് പ്രകാരം കേസെടുക്കും. മാത്രമല്ല, ഞാനത് SP സംസാരിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പോലീസായിരിക്കും നടത്തുന്നത്. പ്രതികളെ കണ്ടെത്തണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ DGP ഇപ്പം സംസാരിക്കാൻ അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ തന്നെ DGP സംസാരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള തകരാറുകൾ, പിന്നെ മറ്റ് ജീവനക്കാരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുക, ഇതെല്ലാം തൊഴിൽ ചെയ്യാൻ, സമരം ചെയ്യാൻ അവകാശമുള്ളതുപോലെ തന്നെ സമരം ചെയ്യാതിരിക്കാനും അവകാശമുണ്ട്. വളരെ കർശനമായി ഇക്കാര്യത്തെ നേരിടും. പൊതുമുതൽ നമ്മുടെ KSRTCയുടെ മുതൽ KSRTC ജീവനക്കാരെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിന് KSRTC തുടരാൻ യോഗ്യതയില്ല. അവരെ പറഞ്ഞയച്ച് ചെയ്യിച്ചവരെയും അത് ചെയ്തവരെയും KSRTC പിരിച്ചുവിടും. താങ്കൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സമരം എത്രമാത്രം ഡിപ്പോകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്? സമരം എങ്ങനെ കൂടുതൽ ആൾക്കാർക്ക്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പാറശാലയിലൊക്കെ ഞങ്ങൾ അഡീഷണൽ സർവീസാണ് ഓടിക്കുന്നത്. KSRTC മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് കൂടുതൽ ബസ് റോഡിൽ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ മലപ്പുറം, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അറ്റൻഡൻസ് കുറവുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ മറ്റ് ഡിപ്പോകളിലെ ജീവനക്കാരെ കൊണ്ടുവന്നിട്ടും എംപാനലുകാരെ വെച്ചിട്ടും വണ്ടി പരമാവധി ഓടിക്കുന്നുണ്ട്. അത് വിലയിരുത്തൽ വൈകിട്ടോടുകൂടി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു സർവീസുകളെ വളരെ ദോഷകരമായിട്ട് യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി, എല്ലാ ഡിപ്പോകളിലും ഓടിക്കുന്നുണ്ട്. അതായത് 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്ന് താങ്കൾ പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോഴും പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ജീവനക്കാർ നമ്മോട് സംസാരിക്കുമ്പോൾ നേതാക്കന്മാർ പറയുന്നത് കേട്ടത്. എന്താണ് ഈ കാര്യത്തിൽ താങ്കളുടെ ഇപ്പോഴത്തെ നിലപാട്? 1-ാം തീയതി ശമ്പളം കൊടുക്കുന്ന കാര്യമാണോ? അതെ, 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. അതിനകത്ത് ഇത് ഒരു ദിവസം രാവിലെ ഒരു 100 രൂപയുടെ കേസല്ല ഇത്. 10-75 കോടി രൂപ ഇൻവോൾവ് ആയിട്ടുള്ള കേസാണ്. അപ്പൊ നമ്മൾ അത് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എടുത്തു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടില്ല. ഇവിടെ പൈസയൊന്നുമില്ല. പക്ഷെ അതിന് വേറെ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് വേറെ തരത്തിൽ പണത്തെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന് ഗവൺമെന്റ് തന്നെയാണ് ഈ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വേറൊരു തരത്തിൽ മാനേജ് ചെയ്ത് കുറച്ചുകൂടെ നേരത്തെ കൊടുക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് സാങ്കേതികമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഗവൺമെന്റ് കാര്യമാണ്, അല്ലാതെ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് എവിടെങ്കിലും ചെന്ന് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുക്കുക, അങ്ങനെയല്ല. നമുക്കതിന് ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. ചെറിയ തുകയുടെ ഒരു ഇടപാടല്ല. ആ ഇടപാടോടുകൂടി KSRTC നശിക്കാനും പാടില്ല. ഇപ്പം വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ, പക്ഷെ അതിന്റെ ഭാവിയിൽ വരാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുകൂടി പരിശോധിക്കാതെ KSRTC ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അതിന് തയ്യാറാവില്ല. കാരണം നാളെ ഗണേഷ് കുമാർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചു, അത് കാരണം KSRTC നശിച്ചു എന്ന് ആരും പറയാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ആലോചിച്ചും എല്ലാ വശങ്ങളും പരിശോധിച്ചും അതിന്റെ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് അതിന്റെ ഫൈനാൻഷ്യൽ സൈഡെല്ലാം പരിശോധിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യും എന്നതിൽ സംശയമൊന്നുമില്ല. ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രപ്പോസൽ വെച്ചു, അദ്ദേഹം അത് അംഗീകരിച്ചു. ഞാൻ അതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് വേണം. പക്ഷേ ഈ എടുകൊടുക്കെ ചോറും കറിയും എന്ന് പറയുമ്പോൾ എടുക്കാൻ കൊടുക്കയിലൊന്നുമില്ല. അപ്പോൾ ഞങ്ങള് ഒരു ജീവനക്കാർക്ക് ബോധ്യമുണ്ട്, കൊടുക്കുന്നവർക്ക് ബോധ്യമുണ്ട്. പല ഘട്ടങ്ങളായി കൊടുത്തിരുന്ന ശമ്പളം ഒരുമിച്ച് കൊടുത്തു. അത് ഞാൻ മന്ത്രിയായി വന്നപ്പോൾ പറഞ്ഞൊരു വാക്കാണ്. അത് മുഖ്യമന്ത്രി നിർദ്ദേശം എനിക്ക് തന്നിരുന്നു അദ്ദേഹം, ഞാനത് പാലിച്ചു. അടുത്ത 2-ാം ഘട്ടം അദ്ദേഹം നിർദ്ദേശം ചെയ്യുന്ന ഒരുമിച്ച് ശമ്പളം കൊടുക്കണം, 1-ാം തീയതി കൊടുക്കണം എന്നുള്ളതാണ്. അതും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യും. ഓക്കെ, താങ്ക് യു ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഗതാഗത വകുപ്പ് മന്ത്രി യാത്രയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള ചില നടപടിക്രമങ്ങൾ KSRTC ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, കൊട്ടാരക്കരയിൽ വണ്ടികൾ ഓടിക്കാതിരിക്കാൻ വേണ്ടി കേടുപാടുകൾ വരുത്തിയ ജീവനക്കാർക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, ജീവനക്കാർ KSRTCയുടെ ജീവനക്കാർ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുമെന്ന് കെ ബി ഗണേഷ് കുമാർ പറയുന്നു. സമരം ചെയ്യാനുള്ള അവകാശം പോലെ സമരം ചെയ്യാതിരിക്കാനുള്ള അവകാശവും ജീവനക്കാർക്കുണ്ട്. അപ്പോൾ സമരം ചെയ്യാതിരിക്കുന്ന ജീവനക്കാരെ തടസ്സപ്പെടുത്താൻ സമരം ചെയ്യുന്ന സമരാനുകൂലികൾക്ക്, പ്രതിഷേധക്കാർക്ക് അവകാശമില്ല എന്നുകൂടി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നു.